ഹായ് ഓൾ, വെൽക്കം ബാക്ക്. വീണ്ടും ഒരു PSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് വരുന്ന ജനുവരി 2021 ജനുവരി 6-ാം തീയതി നമുക്കൊരു ലെക്ചർ ഇൻ ടൂൾ ആൻഡ് എഞ്ചിനീയറിംഗ് പോളിടെക്നിക് കോളേജിലേക്ക് ഒരു എക്സാം നടക്കുന്നുണ്ട്. ആ ഒരു ട്രേഡിൽ പ്രീവിയസ് ഇയർ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മളൊരു 4 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ ഒരു ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സോൾവ് ചെയ്യുന്നത്. വീഡിയോയുടെ ലെങ്തും ഡ്യൂറേഷനും അനുസരിച്ചിട്ട് നമ്മൾ 1-2 പാർട്സായിട്ടായിരിക്കും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്യുക. ഈ ഒരു ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് 43/2015 ക്വസ്റ്റ്യൻ കോഡിലുണ്ടായിരുന്ന മാർച്ച് 5, 2015 നടന്ന ട്രേഡ് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 ടൂൾ ആൻഡ് ഡൈ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് സോൾവ് ചെയ്യുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് 80 ടെക്നിക്കൽ ക്വസ്റ്റ്യൻസും 20 GK ക്വസ്റ്റ്യൻസും ആയിരുന്നു. നമ്മൾ ഈ GK ക്വസ്റ്റ്യൻസ് അവോയ്ഡ് ചെയ്യുകയാണ്. നമ്മുടെ ഇപ്പോഴത്തെ എക്സാം പാറ്റേൺ അനുസരിച്ച് നമുക്ക് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കാറുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ഫൈനൽ ആൻസർക്ക് ബേസ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരങ്ങൾ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, the locus of a point moving in a plane in such a way that the sum of its distance from two fixed points is a constant is called. അങ്ങനെ നമ്മൾ പറയുന്ന പേര് ഓപ്ഷൻ എ എലിപ്സ് എന്നാണ്. ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എക്സ്പ്ലനേഷൻ തരാൻ പറ്റുന്ന എല്ലാ ക്വസ്റ്റ്യനും എക്സ്പ്ലനേഷൻ തരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് തരാൻ പറ്റുമോ അതിനെല്ലാത്തിനും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 1 cubic meter is equal to 1 cubic meter എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 1000 ലിറ്റർ ആണ്. സംശയമൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 billion ഈസ് 1 billion എന്ന് പറയുന്നത് 1ൻ്റെ കൂടെ 9 പൂജ്യങ്ങൾ ചേരുന്നതാണ് 1 billion എന്ന് പറയുന്നത്. സോ 10⁻⁹ ആണ് പറയുന്നത്. മറ്റുള്ള ഓപ്ഷൻസ് നോക്കാം. 10⁻³ എന്ന് പറയുമ്പോൾ നമുക്ക് 1000 ആണ്. 10⁻⁶ ആയിരുന്നെങ്കിൽ നമുക്ക് 1 million എന്ന് പറയാം. അതുപോലെ 10⁻12 ആണെങ്കിൽ 1 trillion എന്ന് പറയാം. ബാക്കി ഓപ്ഷൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഓപ്ഷൻ എ 10⁻³ ആണെങ്കിൽ 1000, 10⁻6 ആണെങ്കിൽ 1 million എന്ന് പറയാം, 10⁻12 ആണെങ്കിൽ 1 trillion എന്ന് പറയാം. നമുക്കുള്ള ഓപ്ഷൻ 1 billion എന്ന് പറയുന്നത് 10⁻9, 1 കഴിഞ്ഞ് 9 പൂജ്യം. ഹാർഡനബിലിറ്റി ഇൻഡിക്കേറ്റ്സ് ദാറ്റ്. ഹാർഡനബിലിറ്റി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദ കപ്പാസിറ്റി ഓഫ് എ സ്റ്റീൽ ടു ബി ഹാർഡൻഡ് ഇൻ ഡെപ്ത് വെൻ quenched ഫ്രം ഇറ്റ്സ് ഓസ്നൈറ്റിക് ടെമ്പറേച്ചർ എന്നാണ്. അതായത് എത്രത്തോളം ഡെപ്തിലേക്ക് നമുക്കതിനെ ഹാർഡൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നമുക്ക് PSC വന്നിരിക്കുന്ന ഉത്തരവ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ യൂണിഫോം ഹാർഡ്നെസ് ത്രൂ ഔട്ട് ദ സെക്ഷൻ എന്നാണ്. അത് നമുക്ക് ഡെഫിനിഷൻസും മറ്റും വായിച്ച് നോക്കാൻ നമുക്ക് ഡൗട്ടുള്ള കാര്യം ഓപ്ഷൻ ബി ആണ്. ഇറ്റ് ക്യാൻ ബി ഈസിലി ഹാർഡൻഡ് ആണോ എന്നുള്ള സംശയം നമുക്ക് വരുന്നുണ്ട്. ഏതെങ്കിലും ആൾക്കാർക്ക് അത് നമുക്ക് നല്ലതായിട്ട്, അതായത് പ്രിസൈസ് ആയിട്ട് ഉത്തരം അതിന് അറിയാമെന്നുണ്ടെങ്കിൽ എൻ്റെ കറക്റ്റ് ഉത്തരം അതാണെന്ന് അറിയാമെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഞാൻ 1-2 സൈറ്റിൽ റെഫർ ചെയ്തൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ ബി ആകാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നി. ഇറ്റ് ക്യാൻ ബി ഈസിലി ഹാർഡൻഡ് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം അതിൻ്റെ ഡെഫിനിഷൻസ് പറയുന്നതാണ് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് കപ്പാസിറ്റി ഓഫ് എ സ്റ്റീൽ ടു ബി ഹാർഡൻഡ് ഇൻ ഡെപ്ത് വെൻ quenched ഫ്രം ഇറ്റ്സ് ഓസ്നൈറ്റിക് ടെമ്പറേച്ചർ ഓർ ഈസ് വിത്ത് വിച്ച് എ ഗിവൺ സ്റ്റീൽ ക്യാൻ ബി quenched ടു ഫോം മാർട്ടൻസൈറ്റിക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡെപ്ത് വിച്ച് എ മെറ്റീരിയൽ ഈസ് ഹാർഡൻഡ് ആഫ്റ്റർ പുട്ടിങ് ഇറ്റ് ത്രൂ എ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ് എന്നൊരു ഡെഫിനിഷൻ കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഡെഫിനിഷൻസ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇറ്റ് ക്യാൻ ബി ഈസിലി ഹാർഡൻഡ് എന്നൊരു ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ കരുതാവുന്നേ ഉള്ളൂ ഓപ്ഷൻ ബി ആയിട്ട്. പക്ഷേ PSCയുടെ ആൻസർ കീ പ്രകാരം ഓപ്ഷൻ എ യൂണിഫോം ഹാർഡ്നെസ് ത്രൂ ഔട്ട് ദ സെക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലാക്കേണ്ട കാര്യം ഹാർഡ്നെസ് ഒരിക്കലും ഹാർഡ്നെസ് ഒരിക്കലും ഈക്വൽ ഒന്നും സെയിം അല്ല. ഹാർഡ്നെസ് എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്. വിച്ച് ക്യാൻ റെസിസ്റ്റ് ഇൻഡൻറ്റേഷണൽ സ്ക്രാച്ചസ് എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ പുറത്ത് സ്ക്രാച്ചസ് അല്ലെങ്കിൽ വരകളൊക്കെ തടുക്കാൻ അല്ലെങ്കിൽ അതിനെയൊക്കെ തടയാനുള്ള കഴിവിനാണ് നമ്മൾ ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ഹാർഡ്നെസ്സും ഹാർഡനബിലിറ്റിയും രണ്ടും സെയിം അല്ല, രണ്ടും ഈക്വൽ അല്ല, അത് മനസ്സിലാക്കുക. ഓക്കെ, ഡൈകാസ്റ്റിംഗ് ഇസ് എ പ്രോസസ്. ഡൈകാസ്റ്റിംഗ് എന്ന് പറയുന്നത് വിച്ച് യൂസസ് പെർമനൻറ്റ് മോൾഡ് ടു വിച്ച് മോൾട്ടൺ മെറ്റൽ ഈസ് poured. ഓപ്ഷൻ എ. Seamless tubes are manufactured by. സീംലെസ് ട്യൂബ് മാനുഫാക്ചർ ചെയ്ത് നമുക്ക് PSC ആൻസർക്ക് പ്രകാരം നമുക്കുള്ളത് ഓപ്ഷൻ ബി പിയേഴ്സിംഗ് ആണ്. നമുക്ക് പറയേണ്ടത് റോട്ടറി പിയേഴ്സിംഗ് എന്നാണ് നമ്മൾ പ്രിസൈസ് ആയിട്ട് പറയുന്നതെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയേണ്ടത് റോട്ടറി പിയേഴ്സിംഗ് അല്ലെങ്കിൽ റോളിംഗ് ഓർ എക്സ്ട്രൂഡിങ്. ഈ ഒരു പ്രോസസ്സ് എല്ലാം കൊണ്ട് നമുക്ക് സീംലെസ് ട്യൂബ് മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന വെറും പിയേഴ്സിംഗ് എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. നമുക്ക് വേണ്ടത് റോട്ടറി പിയേഴ്സിംഗ് ആണ്. ഓക്കെ, റോട്ടറി പിയേഴ്സിംഗ് അല്ലെങ്കിൽ റോളിംഗ് എക്സ്ട്രൂഡിംഗ് കൊണ്ടാണ് നമ്മൾ സീംലെസ് ട്യൂബുകൾ മാനുഫാക്ചർ ചെയ്യുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ ബി പിയേഴ്സിംഗ് ആണ്. നമുക്ക് വേണ്ടിയിരുന്നത് റോട്ടറി പിയേഴ്സിംഗ് ആണ്. അതുപോലെ റോളിംഗ് എന്നൊരു ഓപ്ഷൻ ഡി വേണമെങ്കിൽ നമുക്ക് റോളിംഗ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റാറുണ്ട്. എന്നാലും PSC ആൻസർക്ക് പിയേഴ്സിംഗ് ആണ്. ആ പിയേഴ്സിംഗ് ആകുമ്പോൾ ഒന്ന് ഓർത്തിരിക്കുക, റോട്ടറി പിയേഴ്സിംഗ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി പിയേഴ്സിംഗ്.
കോൾഡ് ഷട്ട് ഈസ് എ ഡിഫക്റ്റ് ഫൗണ്ട് ഇൻ. കോൾഡ് ഷട്ട് എന്ന് പറയുന്നത് ഒരു ഫോർജിങ് ഡിഫക്റ്റാണ്. തന്നിരിക്കുന്ന കൂട്ടത്തിൽ കാസ്റ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു ഫോർജിങ് ഡിഫക്റ്റാണ്. അതായത് കോൾഡ് ഷട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യുന്നത് ഫോർജിങ് സ്മോൾ ക്രാക്സ് അപ്പിയർ അറ്റ് ദ എഡ്ജസ് ഓഫ് ഫോർജിങ് ഡ്യൂ ടു ഇംപ്രോപ്പർ ഡിസൈൻ ഓഫ് ഡൈസ്. ആ ഡൈസിൻ്റെ ഇംപ്രോപ്പർ ഡിസൈൻ കാരണം നമ്മുടെ ഫോർജിങ്ങിൻ്റെ എഡ്ജസിൽ ക്രാക്ക് ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റിനാണ് നമ്മൾ കോൾഡ് ഷട്ട് ഇൻ ഫോർജിങ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി, ഫോർജിങ്. The heat treatment for improving machinability is, മെഷീനബിലിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന ഓപ്ഷൻ എ സ്പെറോഡൈസിങ് ആണ്. സ്പെറോഡൈസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടു മേക്ക് ഡക്റ്റൈൽ ആൻഡ് മെഷീനബിൾ എന്ന് നമ്മൾ പറയാം. നമ്മളൊരു ഒരു മെറ്റലിനെ അത് കൂടുതൽ ഡക്റ്റൈൽ ആക്കാനും കൂടുതൽ മെഷീനബിൾ ആക്കാനും നമ്മൾ ചെയ്യുന്നൊരു ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സാണ് സ്പെറോഡൈസിങ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ആണ്, സ്പെറോഡൈസിങ് ക്യാൻ ഇംപ്രൂവ് മെഷീനബിലിറ്റി ഓഫ് എ മെറ്റൽ. ഓൾസോ ഡക്റ്റിലിറ്റി ആൾസോ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. Which one of the following is a 3-dimensional figure? Option D, cone. പ്രത്യേകിച്ച് അതിനകത്ത് എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. ഓപ്ഷൻ ഡി, cone. If the radii of two spheres are in the ratio 1:2, their volume will be in the ratio. അതായത് നമുക്ക് രണ്ട് സ്ഫിയേഴ്സ് ഉണ്ട്. സ്ഫിയറിൻ്റെ റേഡിയസ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണെങ്കിൽ അതിൻ്റെ വോളിയത്തിൻ്റെ റേഷ്യോ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് സ്ഫിയറിൻ്റെ വോളിയം നമുക്കറിയാം 4/3 πr³ ആണ്. 4/3 πr³ ആകുമ്പോൾ നമുക്ക് അതായത് 4/3 π എന്നുള്ള രണ്ടിലും കോൺസ്റ്റൻ്റ് ആയിട്ട് വരും. ദർഫോർ R1³ R2³ എന്ന് നോക്കുകയാണെങ്കിൽ എടുക്കുക, ഒരു റേഷ്യോ എടുക്കാം. R1 നമുക്ക് തന്നിട്ടുണ്ട് 1 തന്നിട്ടുണ്ട്, R2 നമുക്ക് 2 എന്നറിയാം. സോ 1³ 2³ എന്നൊരു ഇക്വേഷൻ വരും. അതുപോലെ 1:8. 1:8 ആണ് രണ്ട് വോളിയം തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത്. ചെയ്ത് ഞാൻ ഫിഗർ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. ഓപ്ഷൻ സി 1:8 ആണ് അതിൻ്റെ വോളിയം തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത്. The length of diagonal of a square is 10 cm. Then its area is. ഒരു സ്ക്വയറിൻ്റെ ഡയഗണൽ തന്നിട്ടുണ്ടായ 10 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡയഗണലിൻ്റെ ലെങ്ത് വരികയാണെങ്കിൽ നമുക്ക് സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1/2 ഇൻറ്റു ഡയഗണൽ സ്ക്വയർ എന്ന് പറയാം. സോ ഡയഗണൽ 10 ആണ്, 10ൻ്റെ സ്ക്വയർ 100, 1/2 ഇൻറ്റു 100 എന്ന് പറയുന്നത് 50 ആണ്. ദെയർഫോർ ഓപ്ഷൻ സി 50 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ആ ഒരു സ്ക്വയറിൻ്റെ ഏരിയ. Which of the following is a unit for measurement of angle? തന്നിരിക്കുന്ന കൂട്ടത്തിൽ എല്ലാം തന്നെ ഡിഗ്രി, മിനിറ്റ്, സെക്കൻഡ്, ഇത് മൂന്നും തന്നെ നമുക്ക് ആംഗിൾ മെഷർമെൻറ്റ് യൂസ് ചെയ്യുന്നതാണ്. ദെയർഫോർ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോവ്. ദ വാല്യൂ ഓഫ് cos 60 is, cos 60 1/2 ആണ്. ദെയർഫോർ 1/2 0.5 ആണ്. അതുകൊണ്ട് ഓപ്ഷൻ എ 0.5. ഹൈ സ്പീഡ് സ്റ്റീൽ ഈസ് യൂസ്ഡ് ടു മേക്ക്. ഹൈ സ്പീഡ് സ്റ്റീൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കട്ടിംഗ് ടൂളിലാണ്. നേരെ എനിക്ക് തോന്നുന്നു PSCയുടെ പല ക്വസ്റ്റ്യൻസിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് കട്ടിംഗ് ടൂൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണ്, അല്ലെങ്കിൽ ഹൈ സ്പീഡ് സ്റ്റീൽ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പല ക്വസ്റ്റ്യനിലും നമ്മൾ പ്രത്യേകിച്ച് ടെക്നിക്കൽ എക്സാം ഒരുപാട് എക്സാമുകളിൽ കണ്ടിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ പല രീതിയിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. ഓപ്ഷൻ ഡി ആണ്, കട്ടിംഗ് ടൂൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെയിനായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് ഹൈ സ്പീഡ് സ്റ്റീൽ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഡി, കട്ടിംഗ് ടൂൾ. ഇൻ നോർമലൈസിങ് കൂളിംഗ് ഈസ് ഡൺ ഇൻ. നോർമലൈസിങ് നമ്മൾ നോർമലി ചെയ്യുന്നത് എയറിലാണ് നമ്മൾ മെറ്റലിനെ കൂൾ ചെയ്യുന്നത്. ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിന് നമ്മൾ കൂൾ ചെയ്യുന്നത് എയറിലാണ്. ഓപ്ഷൻ ഡി, എയർ. ബ്രാസ് ഈസ് ആൻ അലോയോസ്. ബ്രാസ് എന്ന് പറയുന്നത് കോപ്പറിൻ്റെ സിങ്കിൻ്റെ അലയാണ്. സോ ഓപ്ഷൻ എ, കോപ്പർ ആൻഡ് സിങ്ക്. വിച്ച് ഈസ് എ പോസ്റ്റ് ഹാർഡനിങ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്. തന്നിരിക്കുന്ന കൂട്ടത്തിൽ പോസ്റ്റ് ഹാർഡനിങ് എന്ന് പറയുന്നത് ടെമ്പറിങ് ആണ്. അതായത് നമ്മൾ നോർമലി അത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, അത് ഡെഫിനേഷൻ പറയുന്നത് നോർമലി പെർഫോം ആഫ്റ്റർ ഹാർഡനിങ് പ്രോസസ് ഇൻ ഓർഡർ ടു റീച്ച് എ ഹാർഡ്നെസ്, സ്ട്രെങ്ത്, ടഫ്നെസ് എന്നൊക്കെ. അതായത് നമുക്ക് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിന് ശേഷം നമുക്ക് വേണ്ട രീതിയിലുള്ള സ്ട്രെങ്ത്, ഹാർഡ്നെസ്, ടഫ്നെസ് ഇതിൻ്റെ എല്ലാം ഒരു നമുക്ക് വേണ്ട വാല്യൂലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഹീറ്റ് ട്രീറ്റ്മെൻറ്റിന് ശേഷം ചെയ്യുന്നൊരു പ്രോസസ്സാണ് ടെമ്പറിങ് എന്ന് പറയുന്നത്. ആണ് പോസ്റ്റ് ഹാർഡനിങ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഓപ്ഷൻ എ ആണ്, ടെമ്പറിങ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഈസ് ആൻ അലോയ് ഓഫ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത് അയൺ, നിക്കൽ, ക്രോമിയത്തിൻ്റെയൊക്കെ ഒരു അലോയ് ആണ്. സോ ഓപ്ഷൻ എ, അയൺ, നിക്കൽ ആൻഡ് ക്രോമിയം. കട്ടിംഗ് സ്പീഡ് ഈസ് സെലക്റ്റഡ് ബൈ കൺസിഡറിങ്. ഒരു ടൂളിൻ്റെ കട്ടിംഗ് സ്പീഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കണ്ടീഷൻ ഓഫ് മെഷീൻ, കട്ടിംഗ് ടൂൾ മെറ്റീരിയൽ, സർഫസ് ഫിനിഷ് ഇതെല്ലാം ചേർത്തിട്ടാണ്, ഈ മൂന്ന് കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ കട്ടിംഗ് ടൂൾ മെറ്റീരിയൽ അല്ലെങ്കിൽ കട്ടിംഗ് സ്പീഡ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. കട്ടിംഗ് ടൂളിൻ്റെ മെറ്റീരിയൽ നോക്കും, മെഷീൻ്റെ കണ്ടീഷൻ നോക്കും, അതുപോലെ നമുക്ക് എത്രത്തോളം സർഫസ് ഫിനിഷ് വേണമെന്ന് നോക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോവ് ആണ് കട്ടിംഗ് സ്പീഡ് സെലക്ഷന് വേണ്ടി നമ്മൾ ഈ മൂന്ന് കാര്യങ്ങളും നോക്കാറുണ്ട്.
ദ മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് പ്യുവർ അയൺ ഈസ്, മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് പ്യുവർ ആണ് നമ്മൾ നോർമലി പറയാറുള്ളത് 1538 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷേ PSC വന്നിരിക്കുന്നത് 1535 അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനിയുള്ള PSC എക്സാമ്പിളും ചോദിക്കുന്നെങ്കിൽ ഈ ഒരു വാല്യൂ തന്നെ വരാനേ ചാൻസ് ഉള്ളൂ. PSC ആൻസർ കീ പ്രകാരം 1535 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി ബോയിലിംഗ് പോയിൻ്റാണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ 2862 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ പ്യുവർ അണ്ണിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് 2862 ഡിഗ്രി സെൽഷ്യസ്. ഒന്ന് ഓർത്ത് വെച്ചേക്കാം. മെൽറ്റിംഗ് പോയിൻറ്റ് 1535 ഡിഗ്രി സെൽഷ്യസ്, ബോയിലിംഗ് പോയിൻറ്റ് 2862 ഡിഗ്രി സെൽഷ്യസ്. യൂട്ടക്ടോഡ് സ്റ്റീൽ കണ്ടെയ്ൻസ്, യൂട്ടക്ടോഡ് സ്റ്റീൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓപ്ഷൻ ബി പേളൈറ്റ് ആണ്. ഓപ്ഷൻ ബി പേളൈറ്റ് ആണെന്ന് ഓർത്തിരിക്കുക. ഓപ്ഷൻ ബി പേളൈറ്റ് ആണ്. The thickness of a thin steel sheet can be measured by, തിൻ സ്റ്റീൽ എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, തിൻ ഷീറ്റ് എന്ന് എടുത്ത് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് മൈക്രോമീറ്റർ വെച്ച് മെഷർ ചെയ്യാം. സ്റ്റീൽ റൂൾ കൊണ്ടും മെഷറിംഗ് മെഷീൻ ഔട്ട്സൈഡ് കാലിപ്പർ കൊണ്ടും നമുക്ക് അത്ര പ്രിസൈസ് അത്ര ആക്യുറേറ്റ് ആയിട്ടൊരു തിൻ ഷീറ്റിൻ്റെ മെഷർമെൻറ്റ് കിട്ടില്ല. അതുകൊണ്ട് ഓപ്ഷൻ ബി മൈക്രോമീറ്റർ. ഓൺ എ മെട്രിക് വെർനിയർ കാലിപ്പർ 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഈസ് 0.5 mm. 24 മെയിൻ സ്കെയിൽ ഡിവിഷൻസ് ആർ ഡിവൈഡഡ് ഇൻറ്റു 25 ഡിവിഷൻസ് ഓൺ ദ വെർനിയർ. ഇറ്റ്സ് ലീസ്റ്റ് കൗണ്ട് ഈസ്, തന്നിരിക്കുന്നത് ഒരു വെർനിയർ കാലിപ്പറിന് ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് 0.5 mm ആണ് തന്നിട്ടുണ്ട്. 24 മെയിൻ സ്കെയിൽ ഡിവിഷനെ വെർനിയറിലുള്ള 25 ഡിവിഷൻസ് വെച്ച് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ വെർനിയർ കാലിപ്പറിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്ര? ലീസ്റ്റ് കൗണ്ട് ഓഫ് വെർനിയർ കാലിപ്പർ എന്ന് പറയുന്നത് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. സ്മോളസ്റ്റ് റീഡിംഗ് ഓഫ് ഓൺ മെയിൻ സ്കെയിൽ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ വെർനിയർ സ്കെയിൽ എന്ന് പറയും. ഇവിടെ നമുക്ക് സ്മോളസ്റ്റ് റീഡിംഗ് ഓൺ മെയിൻ സ്കെയിൽ എന്ന് പറയുന്നത് 0.5 mm ആണ്. അത് തന്നിട്ടുണ്ട് 0.5 mm ആണ്. ഡിവിഷൻ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ വെർനിയർ സ്കെയിൽ ഡിവിഷൻസ് 25 ആണ്. സോ 0.5 ഡിവൈഡ് ബൈ 25 വരും. അതുകൊണ്ട് ഉത്തരം 0.02 mm. ഓപ്ഷൻ ബി 0.02 mm. ഓൺ എ പ്ലെയിനിങ് മെഷീൻ എന്നിരിക്കുന്നത് ഏതാണെന്ന്, പ്ലെയിനിങ് മെഷീനിൽ അല്ലെങ്കിൽ പ്ലെയിനറിലെന്ന് പറയുമ്പോൾ വർക്ക് റെസിപ്രോക്കേറ്റ്, വർക്ക് മൂവ് ചെയ്യും, ടൂൾ സ്റ്റേഷനറിയാണ്. ഓപ്ഷൻ ബി ദ വർക്ക് പീസ് റെസിപ്രോക്കേറ്റ്സ്, വർക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും മൂവ് ചെയ്തുകൊണ്ടിരിക്കും, ടൂൾ സ്റ്റേഷനറി ആയിരിക്കും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഷേപ്പിംഗ് മെഷീൻ. നമ്മുടെ ഓപ്ഷൻ എ നോക്കിയാൽ ദ കട്ടിംഗ് ടൂൾ റെസിപ്രോക്കേറ്റ്സ്, കട്ടിംഗ് ടൂൾ ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യും, അവിടെ വർക്ക് പീസ് സ്റ്റേഷനറി ആയിരിക്കും ഷേപ്പറിൽ. പ്ലെയിനറിൽ അല്ലെങ്കിൽ പ്ലെയിനിങ് മെഷീൻ വരുമ്പോഴത്തേക്കും നമ്മൾ വർക്ക് പീസ് മൂവ് ചെയ്യും, ടൂള് സ്റ്റേഷനറി ആയിരിക്കും. Usually cutting fluid is not used for machining grey cast iron because ഗ്രേ കാസ്റ്റ് അയൺ യൂസ് ചെയ്യുമ്പോൾ ഗ്രേ കാസ്റ്റ് അയണിൽ നമുക്ക് കാണാൻ നമുക്ക് ഗ്രാഫൈറ്റിൻ്റെ കണ്ടുണ്ട്, പ്രസൻസ് ഓഫ് ഫ്രീ ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റ് തന്നെ ഒരു കൂളൻ്റ് ആണ്, അതുകൊണ്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് കൂളൻറ്റിൻ്റെ ആവശ്യമില്ല. സോ ഓപ്ഷൻ ബി പ്രസൻസ് ഓഫ് ഫ്രീ ഗ്രാഫൈറ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഗ്രേ കാസ്റ്റ് അയൺ മെഷീൻ ചെയ്യുമ്പോൾ എക്സ്റ്റേണലി പുറത്തൊരു കട്ടിംഗ് ഫ്ലൂയിഡ് യൂസ് ചെയ്യാത്തത്. ഗേഡ് വൈസ് ഓഫ് ലെയ്ത്ത് ബെഡ് ആർ ഹാർഡൻഡ് ബൈ, ഗേഡ് വൈസ് ഹാർഡൻ ചെയ്യുന്നത് ഓപ്ഷൻ സി ഫ്ലെയിം ഹാർഡനിങ് ആണ്. ഓക്കെ, ഓപ്ഷൻ സി ഫ്ലെയിം ഹാർഡനിങ്. ഇൻ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ക്വഞ്ചിങ് ഈസ് ഡൺ, ക്വഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാപ്പിഡ് കൂളിംഗ് ആണ്. റാപ്പിഡ് കൂളിംഗ് ഓഫ് വർക്ക് പീസ് ഇൻ വാട്ടർ, എയർ ഓർ ഓയിൽ ടു ഒബ്റ്റെയിൻ സെർട്ടൻ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ്. നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റിന് ശേഷം പെട്ടെന്ന് റാപ്പിഡായിട്ട് കൂൾ ചെയ്യുന്നത് എയറിലാവാം, വാട്ടറിലാവാം, ഓയിലാവാം. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും പ്രൈം ഉദ്ദേശം എന്ന് പറയുന്നത് ഹാർഡ്നെസ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഓപ്ഷൻ സി ടു ഇൻക്രീസ് ഹാർഡ്നെസ്. ഇൻ എ സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് ലീഡ് ഈസ് ഈക്വൽ ടു, സിംഗിൾ സ്റ്റാർട്ട് ത്രെഡിൽ ലീഡ് എന്ന് പറയുന്നത് പിച്ചിന് ഈക്വലാണ്. സോ ഓപ്ഷൻ എ പിച്ചാണ്. മൾട്ടി സ്റ്റാർട്ട് ത്രെഡ് ആയിരുന്നുണ്ടെങ്കിൽ ലീഡ് ഈസ് ഈക്വൽ ടു പിച്ച് ഇൻറ്റു നമ്പർ ഓഫ് സ്റ്റാർട്ട്, എത്ര സ്റ്റാർട്ടാണുള്ളത്, 2 സ്റ്റാർട്ടാണെങ്കിൽ 2 ഇൻറ്റു പിച്ച് 3 അങ്ങനെയുള്ളത്. നമുക്ക് സിംഗിൾ സ്റ്റാർട്ട് ആയതുകൊണ്ട് പിച്ച് ഈസ് ഈക്വൽ ടു ലീഡ് എന്ന് പറയാം. മൾട്ടി സ്റ്റാർട്ട് ആണെങ്കിൽ പിച്ച് ഇൻറ്റു നമ്പർ ഓഫ് സ്റ്റാർട്ടാണ് ലീഡ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ പിച്ച്. ദ നമ്പർ ഓഫ് ടീത്ത് ഓൺ എ ഡ്രൈവിംഗ് ഗിയർ ആൻഡ് ഡ്രിവൺ ഗിയർ ആർ 30 and 60 respectively. If the RPM of the driving gear is 100, then RPM of driven gear is, ഓപ്ഷൻ സി 50 ആണ്. ദ ഫർണസ് യൂസ്ഡ് ഇൻ എ മീഡിയം ഫൗണ്ടറി ഈസ്, മീഡിയം ഫൗണ്ടറിൽ യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ ഡി കുപ്പോള ഫർണസ് ആണ്. ഓപ്ഷൻ ഡി കുപ്പോള ഫർണസ്. വിച്ച് മെഷീനിങ് പ്രോസസ് ഈസ് മോർ ആക്യുറേറ്റ്, തന്നിരിക്കുന്ന കൂട്ടത്തിൽ മോർ ആക്യുറേറ്റ് ആയിട്ടാണ് PSC പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ സി ഗ്രൈൻഡിങ് ആണ്. മോർ ആക്യുറേറ്റ് പ്രോസസ് എന്ന് PSC റൗണ്ട് സർക്യൂട്ട് പ്രകാരം ഓപ്ഷൻ സി ഗ്രൈൻഡിങ് ആണ്. ഇൻ ആർക്ക് വെൽഡിങ് ദ ട്രാൻസ്ഫോമർ ഈസ് യൂസ്ഡ് ടു, ഒരു ആർക്ക് വെൽഡിങ്ങിൽ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്ന മെയിനായിട്ട് നമുക്ക് വരുന്ന സപ്ലൈയിൽ നിന്നുള്ള വോൾട്ടേജ് കുറച്ചിട്ട് കറണ്ട് കൂട്ടുക, 2 ഉദ്ദേശങ്ങളാണ് മെയിനായിട്ടുള്ളത്. നമുക്ക് വരുന്ന
സപ്ലൈയിൽ നിന്ന് വോൾട്ടേജ് കുറച്ചിട്ട് കറണ്ടിനെ കൂട്ടുക. വോൾട്ടേജ് കുറയ്ക്കാനുള്ള ഓപ്ഷൻ മാത്രമേ നമുക്കുള്ളൂ. ഓക്കെ, റെഡ്യൂസ് വോൾട്ടേജ്. നമുക്ക് നോർമലി ട്രാൻസ്ഫോമറിൻ്റെ യൂസ് പറയുമ്പോൾ നമുക്ക് വരുന്ന സപ്ലൈയിൽ നിന്ന് റെഡ്യൂസ് വോൾട്ടേജ് ആൻഡ് ഇൻക്രീസ് കറണ്ട്, അതാണ് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ ഒരു യൂസ്. ആർക്ക് വെൽഡിങ്ങിൽ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത് ടു റെഡ്യൂസ് വോൾട്ടേജ് ആൻഡ് ഇൻക്രീസ് ദ കറണ്ടാണ്. ഇതിനകത്ത് തന്നിരിക്കുന്ന വീട്ടിൽ ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ, റെഡ്യൂസ് വോൾട്ടേജ് ഉള്ളൂ, ഇൻക്രീസ് കറണ്ട് എന്നുള്ള ഓപ്ഷൻ നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി റെഡ്യൂസ് വോൾട്ടേജ്. ഇൻ ഗ്യാസ് കട്ടിംഗ് ദ ഫ്ലെയിം യൂസ്ഡ് ഈസ്, ഗ്യാസ് കട്ടിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലെയിം എന്ന് പറയുന്നത് ഓക്സി അസെറ്റിലീൻ ഫ്ലെയിമാണ് യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി ഓക്സി അസെറ്റിലീൻ, ഓക്സിജലിൻ്റെയും അസെറ്റിലിൻ്റെയും കോമ്പിനേഷൻ ആയിട്ടുള്ള ഓക്സി അസെറ്റിലീൻ ആണ്. ഓപ്ഷൻ സി ഓക്സി അസെറ്റിലീൻ. ഡുരാലുമിൻ ഈസ് ആൻ അലോയ് ഓഫ്, ഡുരാലുമിൻ എന്ന് പറയുന്നത് അലൂമിനിയം, കോപ്പർ, മാംഗനീസ്, മഗ്നീഷ്യം, ഇതിൻ്റെ എല്ലാത്തിൻ്റെ നാലിൻ്റെയും കൂട്ടൊരു കോമ്പിനേഷനാണ്. ഇതിൽ 90% അബൌട്ട് 90% നമുക്ക് അലൂമിനിയമാണ്. ഒരു 4% അടുത്ത് കോപ്പറുണ്ട്, 1% അടുത്ത് മഗ്നീഷ്യം ഉണ്ട്. അതുപോലെ തീരെ കുറഞ്ഞ അളവിൽ, അതായത് 0.5 to 1% നമുക്ക് മാംഗനീസ് ഉണ്ട്. ഇത് നാലിൻ്റെയും കൂടെ ചേരുന്നൊരു കോമ്പിനേഷനാണ്, അലോയിയാണ് നമുക്ക് ഡുരാലുമിൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി അലൂമിനിയം, കോപ്പർ, മഗ്നീഷ്യം ആൻഡ് മാംഗനീസ്. മാംഗനീസ് ഈസ് കൺസിഡേർഡ് ആസ് എ യൂസ്ഫുൾ ഇമ്പ്യൂരിറ്റി ഇൻ സ്റ്റീൽ ബിക്കോസ്, നമുക്ക് മാംഗനീസ് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റീലിൽ നോർമലി നമുക്ക് തീരെ കുറഞ്ഞ എമൗണ്ടിൽ മാത്രമേ നമുക്ക് മാംഗനീസ് ആവുള്ളൂ. 0.3% മാത്രമേ നമുക്ക് കാണാറുള്ളൂ. അത് തന്നെ നമുക്ക് ഏറ്റവും വലിയ യൂസ് എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഡി ഓക്സിഡേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. അതിൻ്റെ നമുക്കൊരു അയൺ സൾഫൈഡ് ഫോം ചെയ്യുന്നതിനെ റെസിസ്റ്റ് ചെയ്യും. അയൺ സൾഫൈഡ് നമുക്ക് സ്റ്റീലിൽ അയൺ സൾഫൈഡിൻ്റെ ഫോർമേഷനെ റെസിസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്തതിന് ഗ്രേറ്റർ സ്ട്രെങ്ത് കൊടുക്കാൻ, നമുക്ക് സ്റ്റീലിന് സ്ട്രെങ്ത് കൂട്ടാനും ഹാർഡ്നെസ് കൂട്ടാനൊക്കെ നമുക്ക് സഹായിക്കുന്നുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ഇവിടുത്തെ ഒരു ഓപ്ഷൻ എ, ഇറ്റ് കൗണ്ടറാക്ട്സ് ദ ഹാംഫുൾ എഫക്ട്സ് ഓഫ് സൾഫർ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അതിൻ്റെ അയൺ സൾഫൈഡ് ഫോം ചെയ്യുന്നതിനെ തടയാൻ വേണ്ടി സഹായിക്കും. നമുക്ക് ഈ ഒരു മാംഗനീസിൻ്റെ കണ്ടൻറ്റ് കൊണ്ട് നമുക്ക് സ്റ്റീലിൽ അയൺ സൾഫൈഡിൻ്റെ ഫോർമേഷൻ നമുക്ക് തടയാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതിയിട്ടുണ്ട് ഹാംഫുൾ എഫക്ട്സ് ഓഫ് സൾഫറിനെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓപ്ഷൻ എ ആണ് മാംഗനീസ് സ്റ്റീലിന് ആഡ് ചെയ്യുന്നത് ഹാംഫുൾ എഫക്ട്സ് ഓഫ് സൾഫറിനെ ചെറുക്കാൻ വേണ്ടിയിട്ട്. എ സ്റ്റീൽ ഈസ് സെറ്റ് ടു ബി കോൾഡ് വർക്ക്ഡ് വെൻ, നമ്മൾ കോൾഡ് വർക്കിംഗ് എന്ന് ഹോട്ട് വർക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ടെമ്പറേച്ചർ ബേസ് ആയിട്ടാണ് നമ്മൾ പറയുക. ബിലോ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, നമ്മളതിനെ കോൾഡ് വർക്കിംഗ് എന്ന് പറയും. എബോ ക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറാണ് നമ്മളതിനെ പറയുന്നത് ഹോട്ട് വർക്കിംഗ് എന്നാണ്. സോ ഓപ്ഷൻ സി ആണ് വർക്ക്ഡ് ബിലോ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ. അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ പറയുന്ന പേര് കോൾഡ് വർക്കിംഗ് എന്നാണ്. കട്ടിംഗ് ഫ്ലൂയിഡ് യൂസ്ഡ് ഫോർ സ്റ്റീൽ ഈസ്, സ്റ്റീലിന് കട്ടിംഗ് ഫ്ലൂയിഡ് ഇത് 3 യൂസ് ചെയ്യാറുണ്ട്. സോല്യൂബിൾ ഓയിൽ, സൾഫറൈസ്ഡ് ഓയിൽ, മിനറൽ ഓയിൽ എല്ലാം യൂസ് ചെയ്യാറുണ്ട്. സോ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോ. ദ സർക്കുലർ സ്കെയിൽ ഓഫ് എ മൈക്രോമീറ്റർ ഈസ് ഓൺ ദ, നമ്മുടെ സർക്കുലർ സ്കെയിൽ മൈക്രോമീറ്ററിൽ തിമ്പിളിലാണ് നമ്മുടെ സർക്കുലർ സ്കെയിൽ ഉള്ളത്. ഓപ്ഷൻ സി തിമ്പിൾ. മാസ് ഓഫ് എ മെറ്റീരിയൽ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി 7.6 ആൻഡ് വോളിയം 1 ക്യൂബിക് മീറ്റർ ഈസ്, 7.6 സ്പെസിഫിക് ഗ്രാവിറ്റിയും വോളിയം 1 ക്യൂബിക് മീറ്ററുള്ള മെറ്റീരിയലിൻ്റെ മാസാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ ഓപ്ഷൻ സി 7600 കിലോഗ്രാമാണ് ഉത്തരം. 1 മൈക്രോൺ ഈസ് ഈക്വൽ ടു, 1 മൈക്രോൺ എന്ന് പറയുന്നത് 10⁻³ മില്ലിമീറ്റർ ആണ് 1 മൈക്രോൺ. ഓപ്ഷൻ സി 10⁻³ അല്ലെങ്കിൽ 10⁻6 മീറ്റർ എന്നും പറയാം കേട്ടോ. മീറ്ററിലാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ 10⁻6 മീറ്റർ എന്ന് പറയാം. ഇവിടെ മില്ലിമീറ്റർ ആയതുകൊണ്ട് 10⁻³ മില്ലിമീറ്റർ. സോ ഈ വീഡിയോയിൽ നമ്മൾ 40 ക്വസ്റ്റ്യൻ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ 80 ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പാർട്ട് 1 ആയിട്ട് നമ്മൾ 40 ക്വസ്റ്റ്യൻ നിർത്തുകയാണ്. ഡ്യൂറേഷൻ കൂടുന്നതുകൊണ്ട് അപ്ലോഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മളിവിടെ നിർത്തുന്നത്. എനിക്കത് ഏകദേശം ഇപ്പം തന്നെ ഈ നമ്മളൊരു 40 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ 20 മിനിറ്റ്സിന് അടുത്ത് വന്നേക്കും മിക്കവാറും. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള പാർട്സുകൾ നമ്മളിതിൻ്റെ കൂടെ തന്നെ സീരിയസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള വീഡിയോസിന് ലിങ്ക് ഞാൻ ഇട്ടേക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് കയറി നോക്കിക്കഴിഞ്ഞാൽ കേരള PSC പ്ലേലിസ്റ്റ് ഉണ്ടാവും. അതിൽ കയറി കഴിഞ്ഞാൽ എല്ലാത്തരം വീഡിയോസുകളും ഉണ്ടാവും. സോ ഞാനീ പറഞ്ഞ ഏതെങ്കിലും ക്വസ്റ്റ്യനിലോ ഉത്തരത്തിലോ തെറ്റുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്തേക്കാം. നമ്മൾ പറഞ്ഞേക്കുന്ന ഉത്തരങ്ങളെല്ലാം തന്നെ PSCയുടെ ഫൈനൽ ആൻസർക്ക് ബേസ് ചെയ്തിട്ടാണ്. ഇതിൻ്റെ ഏതെങ്കിലും പറഞ്ഞ കാര്യങ്ങളിൽ മിസ്റ്റേക്കോ ഏതെങ്കിലും എക്സ്പ്ലനേഷനിൽ മിസ്റ്റേക്കോ ഉണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. നമുക്കത് അടുത്ത വീഡിയോയിൽ ഞാൻ മിസ്റ്റേക്കോ എന്തുണ്ടെങ്കിലും തിരുത്തിയേക്കാം. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.